IPL 2025 രാജസ്ഥാൻ റോയൽസിനെ ആദ്യ 3 മാച്ചുകളിൽ നയിച്ചത് റിയാൻ പരാഗ് ആയിരുന്നു. ഇതിൽ 2 മത്സരങ്ങളിലും റോയൽസ് തോൽവി വഴങ്ങി. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം സഞ്ജു സാംസണ് ഫീൽഡ് ചെയ്യാൻ അനുമതി ഇല്ലാതിരുന്നതിനാലാണ് പരാഗിനെ താൽക്കാലിക ക്യാപ്റ്റനാക്കിയത്. ആ സമയത്ത് പരിചയസമ്പത്ത് കുറഞ്ഞ പരാഗിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിനെതിരെ ചില വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. ആദ്യ 2 മാച്ചുകളും തോൽക്കുകയും 3-ാം മത്സരം നേരിയ മാർജിനിൽ രക്ഷപ്പെടുകയും പരാഗിന്റെ വ്യക്തിഗത പ്രകടനം താഴുകയും ചെയ്തതോടെ വിമർശനങ്ങൾ ശക്തമാവുകയും ചെയ്തിരുന്നു. IPL ക്യാപ്റ്റൻസിയിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള നിതീഷ് റാണയെ തഴഞ്ഞ പരാഗിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഫ്രാഞ്ചൈസി മാനേജ്മെന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു എന്നാണ് സൂചന. സഞ്ജുവിന് പകരം അടുത്ത സീസണിൽ പരാഗിനെയാണ് റോയൽസ് നായക സ്ഥാനത്തേക്ക് കാണുന്നത് എന്നും റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നിരുന്നു. ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിതീഷ് റാണ. പരാഗിന് നേതൃസ്ഥാനം കൈമാറിയതിലൂടെ റോയൽസ് അബദ്ധമൊന്നും കാണിച്ചിട്ടില്ലെന്നാണ് നിതീഷ് റാണയുടെ അഭിപ്രായം. റോയൽസിന്റെ തീരുമാനം ശരിയായിരുന്നുവെന്നും എന്നാൽ തന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ ക്യാപ്റ്റൻസി സ്വീകരിക്കുമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 2019 മുതൽ പരാഗ് ടീമിനോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേതൃസ്ഥാനം നൽകുന്നത് ശരിയായ തീരുമാനമാണെന്നും റാണ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിന് എന്താണ് ശരി എന്നതാണെന്നും അവർ ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് കരുതുന്നുവെന്നും തനിക്ക് ക്യാപ്റ്റൻസി റോൾ ലഭിച്ചിരുന്നുവെങ്കിൽ താനത് ഏറ്റെടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. KKRന്റെ ക്യാപ്റ്റനായപ്പോൾ 6-7 വർഷമായി താൻ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ടീമിന്റെ കൾച്ചറും സാഹചര്യവും മനസ്സിലായതിനാൽ ക്യാപ്റ്റൻസിക്ക് അത് വളരെയധികം സഹായിച്ചുവെന്നും റോയൽസിന്റെ കാര്യത്തിൽ റിയാൻ പരാഗിന് തന്നേക്കാൾ കൂടുതൽ നന്നായി ടീമിന്റെ കാര്യങ്ങൾ അറിയാമെന്ന് കരുതുന്നുവെന്നും മാനേജ്മെന്റിന്റെ തീരുമാനം ശരിയാണെന്ന് കരുതുന്നതായും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ സീസണിൽ ടീമിന്റെ പ്രധാന ബാറ്ററായ റാണയ്ക്ക് കൂടുതൽ തിളങ്ങാനായിട്ടില്ല. ഇതേക്കുറിച്ചും റാണ സംസാരിക്കുന്നുണ്ട്. ചില മത്സരങ്ങളിൽ ബാറ്റ് ചെയ്യാൻ നല്ല അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും ടീമിന് ഏറ്റവും മികച്ചത് നൽകാൻ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധനാണെന്ന് റാണ പറയുന്നുണ്ട്. ഒപ്പം ഗ്രൗണ്ടിൽ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണെന്നും IPL പോലെയുള്ള പോരാട്ടങ്ങളിൽ പലപ്പോഴും ഇടത് വലത് കോമ്പിനേഷൻ വളരെ പ്രധാനമാകുമെന്നും 2 മത്സരങ്ങളിൽ ബാറ്റ് ചെയ്യാൻ കൂടുതൽ അവസരം ലഭിച്ചിരുന്നില്ല എന്നും റാണ കൂട്ടിച്ചേർക്കുകയാണ്. മുമ്പ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റനായിരുന്നു നിതീഷ് റാണ. 2023 IPLൽ പരിക്ക് കാരണം ശ്രേയസ് അയ്യർക്ക് സീസൺ മുഴുവൻ നഷ്ടമായപ്പോൾ നിതീഷ് റാണയ്ക്ക് ചുമതല നൽകുകയായിരുന്നു. എന്നാൽ റാണയ്ക്ക് KKRനെ പ്ലേ ഓഫിൽ എത്തിക്കാനായിരുന്നില്ല. ഇതിനിടെ റോയൽസിൽ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള തന്റെ ഭാവിയെക്കുറിച്ച് സഞ്ജു സാംസൺ നടത്തിയ പരാമർശവും ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2025 സീസൺ IPLൽ റോയൽസിന്റെ വെല്ലുവിളിയെക്കുറിച്ച് സംസാരിക്കവെയാണ് ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള തന്റെ ചിന്തകൾ സഞ്ജു പങ്കുവച്ചത്. രാജസ്ഥാന്റെ നായകനായി എല്ലാ കാലവും തനിക്ക് തുടരാനാവില്ലെന്ന് അന്ന് സഞ്ജു പറഞ്ഞിരുന്നു. 2022 റോയൽസിനെ ഫൈനലിൽ എത്തിച്ചപ്പോൾ ക്യാപ്റ്റനായി എന്നും തുടരില്ല എന്ന ചിന്ത തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അന്നു മുതൽ പിൻഗാമിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെന്നും സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട്. റോയൽസിന്റെ അടുത്ത ക്യാപ്റ്റനായി ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് റിയാൻ പരാഗിനെയാണ് കാണുന്നത്. റോയൽസിന്റെ 2ാം ഹോം ഗ്രൗണ്ടായ ഗുവാഹത്തി ഉൾപ്പെടുന്ന അസമിൽ നിന്നുള്ള പ്ലെയറാണ് പരാഗ്. അസമിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ താരമെന്ന നിലയിൽ പരാഗിന് വലിയ സ്വീകാര്യതയുണ്ട്. 24-കാരനായ പരാഗിൽ ഏറെക്കാലം സജീവമായി ക്രിക്കറ്റിൽ തുടരാനുള്ള യുവത്വവും പ്രതിഭയുമുണ്ടെന്ന് റോയൽസ് മാനേജ്മെന്റ് കരുതുന്നുമുണ്ട്. ചെറുപ്പമാണെങ്കിലും പരാഗിനെ ആദ്യ 3 കളിയിൽ ക്യാപ്റ്റനാക്കിയത് നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ റിയാൻ പരാഗിന്റെ അരങ്ങേറ്റം നിറം മങ്ങിയിരുന്നുവെങ്കിലും സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ നായകസ്ഥാനത്തേക്ക് ഇനി തിരിച്ചെത്തില്ല എന്ന് കരുതിയവരും ഉണ്ടായിരുന്നു. ഏറെക്കാലമായി രാജസ്ഥാൻ റോയൽസിന്റെ പോസ്റ്റർ ബോയ് ആണ് സഞ്ജു. 2021 മുതൽ അദ്ദേഹം ഫ്രാഞ്ചൈസിയെ നയിക്കുന്നുണ്ട്. 2022 സീസണിൽ IPL ഫൈനലിലും എത്തിയിരുന്നു. റോയൽസ് നൽകിയിരിക്കുന്ന പിന്തുണ സഞ്ജുവിന്റെ കരിയറിൽ വലിയ പുരോഗതിക്കും കാരണമായിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്തേക്ക് വന്നതോടെ സഞ്ജുവിന് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കില്ല എന്ന അവസ്ഥയുണ്ടായിരുന്നു. ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചഹൽ, ട്രെന്റ് ബോൾട്ട് എന്നിവരെ കൈയൊഴിയാനുള്ള റോയൽസിന്റെ തീരുമാനത്തോട് സഞ്ജുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സംഭവിക്കാമെന്ന് സഞ്ജു ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ മത്സരത്തോടെ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കും മങ്ങലേറ്റിരിക്കുകയാണ്. സൂപ്പർ ഓവറിലേക്ക് കടന്ന ത്രില്ലിംഗ് മത്സരമാണ് കഴിഞ്ഞ ദിവസം IPLൽ നടന്നത്. രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും പോരാടിയ ഈ മത്സരം ഈ സീസണിൽ ആദ്യമായി സൂപ്പർ ഓവറിൽ എത്തിയ മത്സരമായി മാറിയിരുന്നു. മത്സരം ആരാധകരെ ത്രില്ലടിപ്പിച്ചിരുന്നുവെങ്കിലും റോയൽസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു.